8:25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് കുട്ടികളായ നിങ്ങൾ തന്നെയാണ് പ്രിയപ്പെട്ടവർ. ബാബ നിങ്ങളെ നന്നാക്കുവാനാണ് ശ്രീമത് നൽകുന്നത്. സദാ ഈശ്വരീയ മതമനുസരിച്ച് നടന്ന് സ്വയം തന്നെ പവിത്രമാക്കി മാറ്റൂ. ചോദ്യം: വിശ്വത്തിൽ ശാന്തിയുടെ സ്ഥാപന എപ്പോൾ, ഏത് വിധിയിലൂടെ ഉണ്ടാകുന്നു? ഉത്തരം: നിങ്ങൾക്കറിയാം, വിശ്വത്തിൽ ശാന്തി മഹാഭാരത യുദ്ധത്തിനു ശേഷം തന്നെയാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതിനുവേണ്ടി നിങ്ങൾക്ക് ആദ്യമേ തന്നെ തയ്യാറാകേണ്ടതുണ്ട്. തൻ്റെ കർമാതീത അവസ്ഥ ഉണ്ടാക്കുവാനുള്ള പ്രയത്നം ചെയ്യണം. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം സ്മരിച്ച് ബാബയുടെ ഓർമ്മയിലൂടെ സമ്പൂർണ്ണ പാവനമാകണം. അപ്പോൾ ഈ സൃഷ്ടിയുടെ പരിവർത്തനമുണ്ടാകും. ഗീതം. ഇന്ന് അന്ധകാരത്തിലാണ് മനുഷ്യൻ. ഓം ശാന്തി. ഈ ഗീതം ഭക്തിമാർഗത്തിൽ പാടപ്പെട്ടിട്ടുള്ളതാണ്. പറയുന്നു, നമ്മൾ അന്ധകാരത്തിലാണ്. ഇപ്പോൾ ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം നൽകൂ. ജ്ഞാനസാഗരനോട് യാചിക്കുന്നു. ബാക്കിയുള്ളത് അജ്ഞാനമാണ്. പറയുന്നുണ്ട്, കലിയുഗത്തിൽ എല്ലാവരും അജ്ഞാനത്തിൻ്റെ ആസുരീയ നിദ്രയിൽ ഉറങ്ങുന്ന കുംഭകർണനാണ്. ബാബ പറയുന്നു, ജ്ഞാനമാണെങ്കിൽ വളരെ സിമ്പിൾ തന്നെയാണ്. ഭക്തിമാർഗത്തിൽ എത്ര വേദശാസ്ത്രങ്ങളും മറ്റും പഠിക്കുന്നു, ഹഠയോഗം ചെയ്യുന്നു, ഗുരുവിനെയും മറ്റും സ്വീകരിക്കുന്നു. ഇപ്പോൾ അവരെയെല്ലാം ഉപേക്ഷിക്കേണ്ടി വരുന്നു. കാരണം അവർക്ക് ഒരിക്കലും രാജയോഗം പഠിപ്പിക്കുവാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് രാജപദവി നൽകുന്നത്. മനുഷ്യർക്ക് നൽകുവാൻ സാധിക്കില്ല. എന്നാൽ അതിനെക്കുറിച്ച് തന്നെയാണ് സന്യാസിമാർ പറയുന്നത്, കാക്ക കാഷ്ടത്തിന് സമാനമായ സുഖമാണ്. കാരണം സ്വയം വീടും കുടുംബവും ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ഈ ജ്ഞാനസാഗരമായ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ഈ രാജയോഗം ഭഗവാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. മനുഷ്യനെ പാവനമാക്കി മാറ്റുവാൻ സാധിക്കില്ല. പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. മനുഷ്യർ ഭക്തി മാർഗത്തിൽ എത്ര കുടുങ്ങിയിരിക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളായി ഭക്തി ചെയ്തു വന്നു. സ്നാനം ചെയ്യുവാൻ പോകുന്നു. ഗംഗയിൽ മാത്രമല്ല സ്നാനം ചെയ്യുന്നത്. എവിടെയെല്ലാം വെള്ളത്തിൻ്റെ കുളമോ മറ്റോ കാണുമോ അതിനെയും പതീത പാവനൻ എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെയും ഗോമുഖമുണ്ട്. അരുവിയിൽ നിന്നും ജലം വരുന്നു. ഏതുപോലെ കിണറിൽ വെള്ളം വരുന്നു, അതിനെ പതീത പാവനിയായ ഗംഗ എന്ന് പറയില്ല. മനുഷ്യർ ഇതും തീർത്ഥമാണ് എന്ന് മനസ്സിലാക്കുന്നു. വളരെയധികം മനുഷ്യർ ഭാവനയോടെ അവിടെ പോയി സ്നാനവും മറ്റും ചെയ്യുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ഇപ്പോൾ ജ്ഞാനം ലഭിച്ചു. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്കിലും അംഗീകരിക്കുന്നില്ല. തൻ്റെ ദേഹ അഹങ്കാരം വളരെയധികമുണ്ട്. നമ്മൾ ഇത്രയധികം ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാബ പറയുന്നു, ഈ പഠിച്ചതെല്ലാം മറക്കൂ. ഇപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും മനുഷ്യർ എങ്ങനെ അറിയുവാനാണ്? അതിനാൽ ബാബ പറയുന്നു, ഇങ്ങനെയുള്ള പോയിന്റ്സ് എഴുതി എയ്റോപ്ലെയിനിലൂടെ താഴേക്കിടൂ. ഈ കാലത്ത് പറയുന്നുണ്ട്, വിശ്വത്തിൽ എങ്ങനെ ശാന്തി ഉണ്ടാകും എന്ന്. ആരെങ്കിലും അഭിപ്രായം നൽകിയെങ്കിൽ അവർക്ക് സമ്മാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് ശാന്തിയുടെ സ്ഥാപനം ചെയ്യുവാൻ സാധിക്കില്ല. ശാന്തി എവിടെയാണുള്ളത്? അസത്യമായ പ്രൈസാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, വിശ്വത്തിൽ ശാന്തി ഉണ്ടാകുന്നത് യുദ്ധത്തിനു ശേഷമാണ്. ഈ യുദ്ധം ഏത് സമയത്തും തുടങ്ങിയേക്കാം. ഇങ്ങനെയുള്ള തയ്യാറെടുപ്പുകളാണ്. കേവലം കുട്ടികളായ നിങ്ങളുടേത് തന്നെയാണ് കാലതാമസം. കുട്ടികളായ നിങ്ങൾ കർമാതീത അവസ്ഥ കൈവരിക്കുമ്പോൾ
ഇതിൽ തന്നെയാണ് പ്രയത്നമുള്ളത്. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഗ്രസ്ത വ്യവഹാരത്തിലിരിക്കവേ കമലപുഷ്പ സമാനം പവിത്രമാകൂ. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം സ്മരിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് എഴുതുവാനും സാധിക്കും. ഡ്രാമയനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ വിശ്വത്തിൽ ശാന്തി സ്ഥാപിതമാകും. നിങ്ങൾക്ക് ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കാം. വിശ്വത്തിൽ ശാന്തി സത്യയുഗത്തിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ തീർച്ചയായും അശാന്തി ഉണ്ടായിരിക്കും. പക്ഷേ പലരുമുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം അവർക്കാകട്ടെ സ്വർഗത്തിൽ വരേണ്ടതേയില്ല. അപ്പോൾ ശ്രീമത്തനുസരിച്ച് നടക്കുകയില്ല. ഇവിടെയും വളരെ പേരുണ്ട്. അവർക്ക് ശ്രീമത്തനുസരിച്ച് പവിത്രമായിരിക്കുവാൻ സാധിക്കുന്നില്ല. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ മതമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആരുടെയെങ്കിലും പെരുമാറ്റം നല്ലതേ അല്ലെങ്കിൽ പറയൂ, നിങ്ങൾക്ക് ഈശ്വരൻ നല്ല മതം തരട്ടെ എന്ന്. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ മതം അനുസരിച്ച് നടക്കേണ്ടതാണ്. ബാബു പറയുന്നു, 63 ജന്മം നിങ്ങൾ വിഷയസാഗരത്തിൽ മുങ്ങിത്താഴ്ന്നു. കുട്ടികളോട് സംസാരിക്കുകയാണ്. കുട്ടികളെ തന്നെയായിരിക്കുമല്ലോ ബാബ നന്നാക്കുന്നത്. മുഴുവൻ ലോകത്തെയും എങ്ങനെ നന്നാക്കും? പുറത്തുള്ളവരോട് പറയും, കുട്ടികളിൽ നിന്നും മനസ്സിലാക്കൂ എന്ന്. ബാബയ്ക്ക് പുറത്തുള്ളവരുമായി സംസാരിക്കുവാൻ സാധിക്കില്ല. ബാബയ്ക്ക് കുട്ടികൾ തന്നെയാണ് പ്രിയമായി തോന്നുന്നത്. രണ്ടാനമ്മയുടെ കുട്ടികളെ അങ്ങനെ തോന്നുകയില്ല. ലൗകിക പിതാവും സൽപുത്രരായ കുട്ടികൾക്കാണ് ധനം നൽകുന്നത്. എല്ലാ കുട്ടികളും സമാനം ആയിരിക്കുകയില്ല. ബാബയും പറയുന്നു, ആരാണ് എൻ്റേതാകുന്നത് അവർക്കാണ് ഞാൻ സമ്പത്ത് നൽകുന്നത്. ആര് എൻ്റേത് ആകുന്നില്ലയോ അവർക്ക് ദഹിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ശ്രീമത്തനുസരിച്ച് നടക്കുവാൻ സാധിക്കുകയില്ല. അവർ ഭക്തരാണ്. ബാബ വളരെ പേരെ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും വലിയ സന്യാസി വരുമ്പോൾ അവർക്ക് വളരെയധികം ഫോളോവേഴ്സും ഉണ്ടായിരിക്കുന്നു. ഫണ്ട് സ്വരൂപിക്കുന്നു. അവരവരുടെ ശക്തിക്കനുസരിച്ചുള്ള ഫണ്ട്സ് കണ്ടെത്തുന്നു. ഇവിടെ ബാബയാകട്ടെ ഫണ്ട് ശേഖരിക്കൂ എന്ന് പറയുകയില്ല. അങ്ങനെയില്ല. ഇവിടെ എന്ത് വിത്ത് വിതയ്ക്കുമോ 21 ജന്മത്തേക്ക് അതിനുള്ള ഫലം നേടും. മനുഷ്യർ ദാനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നു, ഈശ്വരാർത്ഥമാണ് നമ്മൾ ചെയ്യുന്നത്. ഈശ്വര സമർപ്പണം എന്ന് പറയുന്നു, അല്ലെങ്കിൽ കൃഷ്ണ സമർപ്പണം എന്ന് പറയും. ശ്രീകൃഷ്ണന്റെ നാമം എന്തുകൊണ്ട് പറയുന്നു? കാരണം ഗീതയുടെ ഭഗവാൻ എന്ന് മനസ്സിലാക്കുന്നു. ശ്രീരാധ അർപ്പണം എന്ന് ഒരിക്കലും പറയില്ല. ഈശ്വരൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ അർപ്പണം എന്ന് പറയുന്നു. അറിയുന്നുണ്ട് ഫലം നൽകുന്നവൻ ഈശ്വരൻ തന്നെയാണ്. ചിലർ ധനികരുടെ വീട്ടിൽ ജന്മമെടുക്കുന്നു. അപ്പോൾ പറയുന്നുവല്ലോ, കഴിഞ്ഞ ജന്മത്തിൽ വളരെയധികം ദാനപുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിനാലാണ് ഇതായത്. രാജാവും ആകുവാൻ സാധിക്കും. പക്ഷേ അത് അല്പകാലത്തെ കാക്കവിഷ്ടയ്ക്കു സമാനമായ സുഖമാണ്. രാജാക്കന്മാരെയും സന്യാസിമാർ സന്യാസം ചെയ്യിക്കുന്നു. അവരോട് പറയുന്നു, സ്ത്രീയാണെങ്കിൽ സർപ്പിണിയാണ്. എന്നാൽ ദ്രൗപദിയാണെങ്കിൽ വിളിച്ചു, ദുശാസനൻ എന്നെ നഗ്നമാക്കുന്നു എന്ന്. ഇപ്പോൾ അബലകളും എത്ര വിളിക്കുന്നു, നമ്മുടെ മാനം രക്ഷിക്കൂ എന്ന്. ബാബ, ഇവർ നമ്മളെ വളരെയധികം അടിക്കുന്നു. പറയുന്നു, വിഷം നൽകിയില്ല എങ്കിൽ കൊന്നുകളയും എന്ന്. ബാബ, ഈ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കൂ. ബാബ പറയുന്നു, ബന്ധനം സമാപ്തമാവുക തന്നെ വേണം. പിന്നെ 21 ജന്മത്തേക്ക് ഒരിക്കലും വിവസ്ത്രരാകില്ല. അവിടെ വികാരങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഈ മൃത്യുലോകത്തിൽ ഇത് അന്തിമ ജന്മമാണ്. ഇത് വിഷ്യസ് വേൾഡ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഈ സമയം മനുഷ്യർ എത്ര അവിവേകി ആയിരിക്കുന്നു. ആരെങ്കിലും മരിക്കുന്നു എങ്കിൽ പറയും, സ്വർഗത്ത് പോയി. എന്നാൽ സ്വർഗം എവിടെയാണ്?
ഇത് നരകമാണ്. സ്വർഗവാസിയായി എങ്കിൽ തീർച്ചയായും നരകത്തിലായിരുന്നു. പക്ഷേ ആരോടെങ്കിലും നിങ്ങൾ നരകവാസിയാണ് എന്ന് നേരിട്ട് പറഞ്ഞു എങ്കിൽ ക്രോധത്തിൽ വന്ന് പിണങ്ങും. ഇങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എഴുതേണ്ടതാണ്, ഇന്നയാൾ സ്വർഗവാസിയായി എങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നരകവാസിയാണെന്നല്ലേ. നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള യുക്തി പറഞ്ഞു തരാം. അതിലൂടെ നിങ്ങൾക്ക് സത്യമായ സ്വർഗത്തിലേക്ക് പോകാം. ഈ പഴയ ലോകം ഇപ്പോൾ സമാപ്തമാകേണ്ടതുണ്ട്. പത്രത്തിലിടണം, ഈ യുദ്ധത്തിന് ശേഷം വിശ്വത്തിൽ ശാന്തി ഉണ്ടാകേണ്ടതുണ്ട്. 5000 വർഷം മുമ്പെന്ന പോലെ. അവിടെ ഒരേ ഒരു ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മമായിരുന്നു. അവർ പിന്നെ പറയുന്നു, അവിടെയും കംസൻ, ജരാസന്ധൻ ആദിയായ അസുരന്മാരുണ്ടായിരുന്നു. ത്രേതായിൽ രാവണൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാവണന്റെ ശിരസ് ആരാണ് ഛേദിച്ചത്? ജ്ഞാനവും ഭക്തിയും രാപ്പകൽ വ്യത്യാസമുണ്ട്. ഇത്രയും സഹജമായ കാര്യം പോലും ആരുടെയെങ്കിലും ബുദ്ധിയിലിരിക്കുന്നത് പ്രയാസമാണ്. ഇങ്ങനെയെല്ലാമുള്ള സ്ലോഗൻസ് ഉണ്ടാക്കേണ്ടതാണ്. ഈ യുദ്ധത്തിന് ശേഷം വിശ്വത്തിൽ ഡ്രാമയനുസരിച്ച് ശാന്തി ഉണ്ടാകണം. കൽപ്പകൽപ്പങ്ങളായി വിശ്വത്തിൽ ശാന്തി ഉണ്ടാകുന്നു. പിന്നെ കലിയുഗ അന്ത്യത്തിൽ അശാന്തി ഉണ്ടാകുന്നു. സത്യയുഗത്തിൽ തന്നെയാണ് ശാന്തി ഉണ്ടായിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് എഴുതുവാൻ സാധിക്കും. ഗീതയിൽ തെറ്റ് വരുത്തിയതിലൂടെ തന്നെയാണ് ഭാരതത്തിന് ഈ അവസ്ഥ ഉണ്ടായത്. പൂർണ്ണമായും 84 ജന്മങ്ങളെടുക്കുന്ന ശ്രീകൃഷ്ണന്റെ നാമം വെച്ചു. ശ്രീനാരായണന്റേതും വച്ചില്ല. എങ്കിലും ആ ഒന്നിൻ്റേത്, അതായത് നാരായണന്റേത് 84 ജന്മങ്ങളിൽ നിന്നും ഏതാനും ദിവസങ്ങൾ കുറവാണെന്ന് പറയുമല്ലോ. ശ്രീകൃഷ്ണന്റേത് പൂർണ്ണമായും 84 ജന്മങ്ങളായിരിക്കും. ശിവ് ബാബ വരുന്നത് കുട്ടികളെ വജ്രതുല്യം ആക്കുവാനാണ്. അപ്പോൾ ബാബയ്ക്ക് വന്ന് പ്രവേശിക്കാൻ തക്കവണ്ണം ആ ഒന്നിനു വേണ്ടി ചെപ്പും ഇങ്ങനെ സ്വർണത്തിൻ്റേത് ആവശ്യമാണ്. ഇപ്പോൾ ഇത് എങ്ങനെ സ്വർണത്തിൻ്റേതാകും? അതിനാൽ ഒറ്റയടിക്ക് ഈ ഒന്നിന് സാക്ഷാത്കാരം കാണിച്ചു. നീ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഇപ്പോൾ എന്നെ മാത്രം ഓർമ്മിക്കൂ, പവിത്രമാകൂ. അപ്പോൾ ഉടൻ പവിത്രമാകുവാൻ തുടങ്ങി. പവിത്രമാകാതെ ജ്ഞാനത്തിൻ്റെ ധാരണ ഉണ്ടാവുക സാധ്യമല്ല. സിംഹിണിയുടെ പാലിന് സ്വർണത്തിൻ്റെ പാത്രം ആവശ്യമാണ്. ഈ ജ്ഞാനം പരംപിത പരമാത്മാവിൻ്റേതാണ്. ഇത് ധാരണ ചെയ്യുന്നതിന് വേണ്ടിയും സ്വർണത്തിൻ്റെ പാത്രം ആവശ്യമാണ്. പവിത്രത വേണം, അപ്പോഴാണ് ധാരണ ഉണ്ടാകുന്നത്. പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്ത ശേഷവും വീണു പോകുന്നുവെങ്കിൽ ഓർമ്മയുടെ യാത്ര തന്നെ സമാപ്തമാകുന്നു. ജ്ഞാനവും സമാപ്തമാകുന്നു. ആരോടും പറയുവാൻ സാധിക്കില്ല, ഭഗവാൻ ഉവാച കാമം മഹാശത്രു എന്ന്. അവരുടെ അമ്പ് ഏൽക്കുകയില്ല. അവർ പിന്നെ കുക്കുട ജ്ഞാനിയാകുന്നു. യാതൊരു വികാരവും ഉണ്ടായിരിക്കരുത്. ദിവസവും കണക്ക് വയ്ക്കൂ. ഏതുപോലെ ബാബ സർവശക്തിവാനാണ്, അതുപോലെ മായയും സർവശക്തിവാനാണ്. പകുതി കൽപ്പം രാവണന്റെ രാജ്യം നടക്കുന്നു. ഇതിൻ്റെ മേൽ ജയം നേടിത്തരുവാൻ ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഡ്രാമയനുസരിച്ച് രാവണ രാജ്യവും ഉണ്ടാവുക തന്നെ വേണം. ഭാരതത്തിൻ്റെ തന്നെയാണ് ജയത്തിൻ്റെയും തോൽവിയുടെയും ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ബാബ കുട്ടികളായ നിങ്ങളെ തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. മുഖ്യമായത് പവിത്രമാകുന്നതിൻ്റെ കാര്യമാണ്. ബാബ പറയുന്നു, ഞാൻ വരുന്നത് തന്നെ പതീതരെ പാവനമാക്കുവാനാണ്. ബാക്കി ശാസ്ത്രങ്ങളിൽ പാണ്ഡവരുടെയും കൗരവരുടെയും യുദ്ധം, ചൂതുകളി തുടങ്ങിയവ ഇരുന്ന് കാണിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എങ്ങനെ സാധ്യമാകും? രാജയോഗത്തിൻ്റെ പഠനം ഇങ്ങനെയായിരിക്കുമോ നടക്കുക? യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ
ഗീതാ പാഠശാല ഉണ്ടായിരിക്കുമോ? ജനന മരണരഹിതനായ ശിവബാബ എവിടെ? മുഴുവൻ 84 ജന്മങ്ങളും എടുക്കുന്ന ശ്രീകൃഷ്ണൻ എവിടെ? കൃഷ്ണന്റെ തന്നെ അന്തിമ ജന്മത്തിലാണ് ബാബ വന്ന് പ്രവേശിക്കുന്നത്. എത്ര സ്പഷ്ടമാണ്! ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ പവിത്രവുമാകണം. സന്യാസിമാരാകട്ടെ പറയുന്നു, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പവിത്രമായി കഴിയുവാൻ സാധിക്കില്ല എന്ന്. പറയൂ, നിങ്ങൾക്ക് യാതൊരു പ്രാപ്തിയുമില്ല. അപ്പോൾ എങ്ങനെ കഴിയും? ഇവിടെയാണെങ്കിൽ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദമാണ് ലഭിക്കുന്നത്. ബാബ പറയുന്നു, എനിക്ക് വേണ്ടി കുലത്തിൻ്റെ മാനം കാക്കൂ. ശിവ് ബാബ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിന് മാന്യത നൽകൂ. ഈ ഒരു അന്തിമ ജന്മത്തിൽ പവിത്രമായിരിക്കൂ, എങ്കിൽ സ്വർഗത്തിൻ്റെ അധികാരിയാകും. തനിക്ക് വേണ്ടി തന്നെയാണ് പ്രയത്നിക്കുന്നത്. മറ്റാർക്കും സ്വർഗത്തിലേക്ക് വരാൻ സാധിക്കില്ല. നിങ്ങളുടെ ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ എല്ലാവരും വേണമല്ലോ. അവിടെ മന്ത്രിമാർ ഉണ്ടായിരിക്കില്ല. രാജാക്കന്മാർക്ക് നിർദ്ദേശങ്ങളുടെ ആവശ്യമില്ല. പതീത രാജാക്കന്മാർക്കും ഒരു മന്ത്രി ഉണ്ടായിരിക്കും. ഇവിടെയാണെങ്കിൽ നോക്കൂ, എത്ര മിനിസ്റ്റേഴ്സാണുള്ളത്. പരസ്പരം അടികൂടിക്കൊണ്ടിരിക്കുന്നു. ബാബ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും മുക്തമാക്കുന്നു. 3000 വർഷം പിന്നെ ഒരു യുദ്ധവും ഉണ്ടാകുന്നില്ല. ജയിലും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. കോടതികൾ തുടങ്ങിയവ ഒന്നും ഉണ്ടാകില്ല. അവിടെയാണെങ്കിൽ സുഖം തന്നെ സുഖമാണ്. ഇതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. മൃത്യു ശിരസിന്മേൽ നിൽക്കുകയാണ്. ഓർമ്മയുടെ യാത്രയിലൂടെ വികർമ്മ ജീത്താകണം. നിങ്ങൾ തന്നെയാണ് മെസ്സഞ്ചേഴ്സ്. നിങ്ങൾ എല്ലാവർക്കും ബാബയുടെ മെസ്സേജ് നൽകുന്നു. മന്മനാഭവ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനം ധാരണ ചെയ്യുന്നതിനായി പവിത്രമായി ബുദ്ധിയാകുന്ന പാത്രത്തെ സ്വച്ഛമാക്കണം. കേവലം കുക്കുട ജ്ഞാനിയാകരുത്. ഡയറക്റ്റ് ബാബയുടെ മുന്നിൽ തൻ്റെ സർവ്വതും അർപ്പിച്ച് ശ്രീമത് അനുസരിച്ച് നടന്ന് 21 ജന്മത്തേക്ക് രാജപദം നേടണം. വരദാനം: ഓരോ ശക്തിയെയും കാര്യത്തിൽ വിനിയോഗിച്ച് അഭിവൃദ്ധി ഉണ്ടാക്കുന്ന ശ്രേഷ്ഠ ധനവാനും വിവേകശാലിയുമായി ഭവിക്കട്ടെ. വിവേകശാലികളായ കുട്ടികൾ ഓരോ ശക്തിയെയും കാര്യത്തിൽ വിനിയോഗിക്കുന്നതിൻ്റെ വിധിയെ അറിയുന്നു. ആര് എത്രത്തോളം ശക്തികളെ കാര്യത്തിൽ വിനിയോഗിക്കുന്നുവോ അത്രയും അവരുടെ ആ ശക്തികൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈശ്വരീയ ബഡ്ജറ്റ് ഉണ്ടാക്കൂ. അതിലൂടെ വിശ്വത്തിലെ ഓരോ ആത്മാവും താങ്കളിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രാപ്തി ചെയ്ത് താങ്കളുടെ ഗുണങ്ങൾ പാടട്ടെ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നൽകുക തന്നെ വേണം. ഒന്നുകിൽ മുക്തി നൽകൂ, അല്ലെങ്കിൽ ജീവൻ മുക്തി നൽകൂ. ഈശ്വരീയ ബഡ്ജറ്റ് ഉണ്ടാക്കി സർവശക്തികളും മിച്ചം പിടിച്ച് ശേഖരിക്കൂ. ശേഖരിക്കപ്പെട്ട ശക്തിയിലൂടെ സർവ ആത്മാക്കളെയും യാചനയിൽ നിന്നും ദുഃഖ അശാന്തിയിൽ നിന്നും മുക്തമാക്കൂ. സ്ലോഗൻ: ശുദ്ധ സങ്കല്പങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ അമൂല്യ ഖജനാവാക്കി മാറ്റൂ. അപ്പോൾ സമൃദ്ധമാകും. മാതേശ്വരിയുടെ അമൂല്യ മഹാവാക്യം: ഇപ്പോൾ വികർമ്മം ഉണ്ടാക്കുന്നതിൻ്റെ കോമ്പറ്റീഷൻ ചെയ്യുവാൻ പാടില്ല. ഏറ്റവും ആദ്യം തൻ്റെ അടുക്കൽ ഈ ലക്ഷ്യം തീർച്ചയായും വയ്ക്കണം. നമുക്ക് ഏതെങ്കിലും രീതിയിലൂടെ തൻ്റെ വികാരങ്ങളെ വശപ്പെടുത്തണം. അപ്പോൾ തന്നെയാണ് ഈശ്വരീയ സുഖത്തിലും ശാന്തിയിലും ഇരിക്കുവാൻ സാധിക്കുന്നത്. തൻ്റെ മുഖ്യ പുരുഷാർത്ഥമാണ് സ്വയം ശാന്തിയിലിരുന്ന് മറ്റുള്ളവരെയും
ശാന്തിയിലേക്ക് കൊണ്ടുവരണം. ഇതിൽ സഹനശക്തി തീർച്ചയായും ആവശ്യമാണ്. മുഴുവൻ ആധാരവും തൻ്റെ മേലാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ അശാന്തിയിലേക്ക് വരിക എന്നത് പാടില്ല, അരുത്. ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ ഗുണമാണ് സഹനശക്തി ധാരണ ചെയ്യുക. നോക്കൂ, അജ്ഞാന കാലത്തിലും പറയുന്നു, ആര് എത്ര തന്നെ അധിക്ഷേപിച്ചാലും ഇങ്ങനെ മനസ്സിലാക്കൂ, എന്നെ എവിടെയാണ് ബാധിച്ചത്? ആര് അധിക്ഷേപിച്ചുവോ അവർ സ്വയം അശാന്തിയിൽ വരികയാണ് ചെയ്തത്. അവർക്ക് അവരുടെ കണക്കുണ്ടായി. എന്നാൽ നമ്മളും അശാന്തിയിൽ വരികയും എന്തെങ്കിലും പറയുകയും ചെയ്തു എങ്കിൽ പിന്നെ നമ്മുടെ വികർമ്മം ഉണ്ടാകും. അതിനാൽ വികർമ്മം ഉണ്ടാക്കുന്നതിൻ്റെ കോമ്പറ്റീഷൻ ചെയ്യരുത്. സ്വയം തനിക്ക് വികർമ്മങ്ങളെ ഭസ്മമാക്കേണ്ടതുണ്ട്, ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. ഇങ്ങനെ വികർമ്മങ്ങളാണെങ്കിൽ ജന്മജന്മാന്തരങ്ങളായി ഉണ്ടാക്കി വന്നു, ദുഃഖമെടുത്തും വന്നു. ഇപ്പോഴാണെങ്കിൽ നോളജ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 5 വികാരങ്ങളെ ജയിക്കൂ. വികാരങ്ങളുടെയും വലിയ വിസ്താരമുണ്ട്. വളരെ സൂക്ഷ്മ രീതിയിലാണ് വരുന്നത്. ചിലപ്പോൾ ഈർഷ്യ വരുന്നു. അപ്പോൾ ചിന്തിക്കും, ഇവർ ഇങ്ങനെ ചെയ്തുവെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇത് വലിയ തെറ്റാണ്. സ്വയം തെറ്റുപറ്റാത്തവർ ആക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കൂ, ഇതും എനിക്കുള്ള പരീക്ഷയാണ്. എത്രത്തോളം എൻ്റെ ഉള്ളിൽ സഹനശക്തി ഉണ്ട് എന്നതിൻ്റെ. അഥവാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, ഞാൻ വളരെയധികം സഹിച്ചു. ഒരു തവണയെങ്കിലും ആവേശത്തിൽ വന്നു പോയെങ്കിൽ അവസാനം ഫെയിലായിപ്പോയി. ആര് പറഞ്ഞു? അവർ തൻ്റേതിനെ കേടാക്കി. പക്ഷേ സ്വയം തന്നെ നേരെയാക്കേണ്ടതാണ്, കേടാക്കുകയല്ല വേണ്ടത്. അതിനാൽ നല്ല പുരുഷാർത്ഥം ചെയ്ത് ജന്മജന്മാന്തരങ്ങൾക്ക് വേണ്ടി നല്ല പ്രാപ്തി ഉണ്ടാക്കണം. ബാക്കി ആരാണോ വികാരങ്ങൾക്ക് വശപ്പെട്ടവർ അവരിൽ ഭൂതം പ്രവേശിച്ചിരിക്കുന്നത് പോലെയാണ്. ഭൂതങ്ങളുടെ ഭാഷ തന്നെ ഇങ്ങനെയുള്ളതാണ് വരുന്നത്. പക്ഷേ ആരാണോ ദേവത ആത്മാക്കൾ, അവരുടെ ഭാഷ ദൈവികമായിരിക്കും വരുന്നത്. അതിനാൽ സ്വയം തന്നെ ദൈവികമാക്കി മാറ്റണം, ആസുരീയമല്ല. ശരി. ഓം ശാന്തി. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. അപ്പോൾ ഈ അനുഭവത്തിലൂടെ സഹജയോഗിയായി പറന്നുകൊണ്ടിരിക്കും. പരമാത്മാ സ്നേഹം പറക്കുന്നതിൻ്റെ ഉപാധിയാണ്. പറക്കുന്നവർ ഒരിക്കലും ഭൂമിയുടെ ആകർഷണത്തിൽ വരുക സാധ്യമല്ല. മായയുടെ എത്ര തന്നെ ആകർഷിത രൂപം ഉണ്ടായാലും ആ ആകർഷണം പറക്കുന്ന കല ഉള്ളവരുടെ അടുക്കൽ എത്തിച്ചേരുക സാധ്യമല്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ജ്യോതിർബിന്ദുവായ ഞാൻ ആത്മാവ് സ്വരാജ്യ അധികാരിയായ സിംഹാസനത്തിൽ ആത്മാവായി വിരാജിക്കുന്നു. ഞാൻ സൂക്ഷ്മ ശരീരധാരിയായി സ്ഥിതി ചെയ്യുന്ന അവ്യക്ത ലോകത്തിലേക്ക് ബിന്ദു സഞ്ചരിക്കുകയാണ്. ഞാൻ ശക്തിശാലി ശീതള നിലാവ് പോലെ പ്രകാശമാനമായ ഈ അവ്യക്ത വദനത്തിൽ ശക്തിയുടെ സന്മുഖത്ത് 4 ഭാഗത്തും സ്ഥിതി ചെയ്യുന്നു. ഞാൻ ബാപ്ദാദയുടെ എൻ്റെ നയനങ്ങളിൽ നിന്ന് സ്വരൂപം ധാരണത്തിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ
ബാബ് ദാദയുടെ ആത്മാവിൽ മുന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ് ദാദ എനിക്ക് ശക്തിശാലി ദൃഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് മൈറ്റ് ബാബ് സ്വരൂപമായ ഞാൻ ലൈറ്റും ബിന്ദു രൂപമായി മാറി സ്വീകരിച്ച് ഒരു പരമധാമത്തിൽ സെക്കൻഡിൽ ഞാൻ എത്തിച്ചേരുന്നു. നിരാകാരിയായി നിരാകാര ലോകത്തിൽ എത്തിച്ചേരുന്നു. സർവശക്തിമാനായ ബാബയുടെ സർവശക്തനായ സമീപത്ത് ശിവ് ഞാൻ ബാബയുടെ സ്ഥിതി സമീപത്ത് ചെയ്യുന്നു. സ്ഥിതി ചെയ്യും. പരിധിയുള്ള എന്റേത് ബാബയിൽ എന്ന നിന്ന് എല്ലാ പ്രസരിക്കുന്ന ഭാവങ്ങളും ഞാൻ സർവശക്തികളുടെ ബാബയിൽ കിരണങ്ങൾ സമർപ്പിക്കുന്നു. എന്നിൽ പതിക്കുന്നു. ഞാൻ ഭാരരഹിതമായി മാറുന്നു. ആ സർവ ഈശ്വരീയ ശക്തികളും മംഗളകാരിയായ ബാബയിലുള്ള നിശ്ചയം മാസ്റ്റർ സർവശക്തിമാൻ നിശ്ചിതമാക്കി സ്ഥിതി ചെയ്യുന്നു. ഞാൻ നിശ്ചിന്ത ചക്രവർത്തിയാണ്. ഈ ശക്തിശാലി സ്ഥിതി നിലനിർത്തി പരമസദ്ഗുരുവായ വീണ്ടും ശിവ് ബാബയെ അകാല സിംഹാസനത്തിൽ എൻ്റെ വിരാജിക്കുന്നു. ഹൃദയത്തിൽ ഇരുത്തുമ്പോൾ ഞാനും ബാബയും കമ്പൈൻ എന്നിൽ നിന്ന് സ്വരൂപമാകുന്നു. ഈശ്വരീയ ശക്തികളുടെ പ്രകാശം പ്രസരിച്ച് ഈ വായുമണ്ഡലത്തിൽ ശിവശക്തി വ്യാപിച്ച് കമ്പൈൻഡ് സ്വരൂപത്തിൽ വായുമണ്ഡലത്തെയും സമസ്ത ശക്തിശാലിയാക്കി ഈശ്വരീയ മാറ്റുന്നു. ശക്തികളും വിശ്വത്തിലെ ആത്മാക്കൾക്കായി ദാനം ചെയ്യുന്നു.